മുപ്പത്തിനാലെങ്ങനെ മല കുടിക്കപ്പെട്ട് അള്ളാഹു പറഞ്ഞ എന്താന്ന് വൽ വാലിദാത്തു യുർളൈന ഹൗലൈനി കാമിലൈൻ. അപ്പോൾ ഏത് മാസവും ഷറായി മറ്റേ ഇംഗ്ലീഷ് കലണ്ടർ മാസമല്ല, ചന്ദ്രവർഷപ്രകാരമുള്ള 2 കൊല്ലം. ഇന്നെന്തായി മല കൂടി അവധി കഴിഞ്ഞു. ആ കുട്ടീൻ്റെ ഒരു അവകാശമാണ്. അതെ ഹംലു അതെ സലാസൂന ഷഹ്റാൻ. അപ്പോൾ എന്താക്കും ആ 2 കൊല്ലം 24 മാസം അതിൽ നിന്ന് കിഴിച്ചാൽ എന്താക്കും 6 മാസം കിട്ടും. 6 മാസമാണ് മിനിമം ഗർഭത്തിൻ്റെ ഹാല് എന്ന് ഫുഖഹാ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ 6 മാസത്തിൻ്റെ മുമ്പ് എന്തായി പ്രസവിച്ച് കഴിഞ്ഞാൽ എന്താവില്ല, അതിപ്പോൾ ഉള്ള ഭർത്താവിലേക്ക് അല്ല വരിക, അതിന് മുമ്പുള്ള എവിടുന്ന് ഉള്ള ആയിരിക്കും. 6 മാസം കൊണ്ടേത് പൂർണ്ണമായ ഒരു ജനനം ഉണ്ടായാൽ. അല്ലെങ്കിൽ എന്താക്കുക, ഓരോ മാസത്തിലും പ്രസവിക്കാല അലക്കത്തും മുതുകത്തും എല്ലാം പൂർണ്ണമായ ഒരു മനുഷ്യ രൂപത്തിൽ മിനിമം 6 മാസം. ചടി പറഞ്ഞല്ല കിട്ടി നോക്കാം. അപ്പം ഇത് വെറും ഒരു കഥ കേൾക്കലല്ല നമ്മളെ ഉദ്ദേശം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമായ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ ബയ്യിനത്ത് ഒരിനം, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ 2ാമത്തെ കലിമത്തിൻ്റെ ബയ്യിനത്ത് വേറെ. ആളെങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ചാൾ പറയുന്നുണ്ട് സാധാരണ ആളാന്ന്, കുറച്ചാൾ പറയുന്നുണ്ട് സ്പെഷ്യൽ ആളാന്ന്. എന്നാ എന്തിനാ എടുക്കുന്നുണ്ട് എന്നെല്ലാം കൂടി തലപ്പിലാതൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പുറത്ത് കേൾക്കുന്ന പോലെ സാധാരണ ആളാണ്, അതിനും ആയത്തുണ്ട്. ഇപ്പം എന്ന് പറയുന്നത് അതൊന്നുമല്ല. നമ്മൾ നടക്കുന്നിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു ഉസ്താദേ. അപ്പോൾ ഇത് ദീനിൽ അറിയൽ അനിവാര്യമായ ഒരു വിഷയമാണ്. അപ്പം കഥ കേട്ട് മതിയാക്കലാവൂല. കഥ എന്നുള്ള രൂപത്തിലല്ല ഇതിന് ശ്രദ്ധിക്കേണ്ടത്. ദീനിൽ അനിവാര്യമായ ഇൽമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇതിന് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹൽ പറഞ്ഞതുപോലെ അബൂജഹലിൻ്റെ അത്ബായങ്ങൾ അന്നും ഇന്നുള്ളവർ പറയും പോലെ ഒരു സാധാരണ ഒരാൾ ഒരു പ്രത്യേകതയും ഇല്ല എന്നതല്ല. വമിൻ ദാലിക മാ റവാഹു കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ഫീ സിഫാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫാത്തിൽ പറഞ്ഞ ഒരു വിഷയം പറയാൻ പോകുന്നു. അപ്പോൾ കഅബുൽ അഹ്ബാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മറ്റവർക്ക് കുഴപ്പവും ഛർദിയും പറ്റുന്നൊക്കെല്ലാം വരും. എന്തെല്ലാം ഉണ്ട്. പമ്പസിട്ടാ വരിക അല്ലേ. എന്നാൽ പിന്നെ കഅബുൽ അഹ്ബാർ ആരാന്ന് നോക്കാം. നമ്മൾ മന്നജു സവിയിൽ കുറച്ചോറെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇസ്ലാം ഏറ്റവും കളവ് കെട്ടിയുണ്ടാക്കിയത് ഓറാന്നും പറഞ്ഞിട്ടാണ് ഇപ്പം വിമർശിക്കല്. അതാ ഫഇന്നഹു കാന മിൻ അഹ്ബാരിൽ യഹൂദ്. യഹൂദിയായിരുന്ന കാലത്ത് അവരെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് ഇത് കഅബുൽ അഹ്ബാർ. അതുകൊണ്ടാണ് കഅബുൽ അഹ്ബാർ തന്നെ ആ സ്ഥാനപ്പേര് കൊടുത്തത്. ഫഅസ്ലമ ഫീ ഖിലാഫത്തി അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ് ഒരു ഇസ്ലാമിലേക്ക് വന്നത്. അപ്പം എന്താ സഹാബിയായിട്ടില്ല. വതൂഫിയ ഫീ ഖിലാഫത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മൂപ്പർ വഫാത്തായത്. അങ്ങനെ തൗറാത്ത് പഠിച്ച ഒരുപാട് നേതാക്കന്മാർ ആരുണ്ട്? സഹാബത്തിൻ്റെ കൂട്ടത്തിലുണ്ട്, താബിഈങ്ങളുടെ കൂട്ടത്തിലുണ്ട്. തൗറാത്തിലെ പണ്ഡിതന്മാർ അതാബിൻ യസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എൻ്റെ ഉസ്താദ് എന്താണ് ലഖീത്ത് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ ആസ്
മൂപ്പറ ഞാൻ കണ്ടിട്ട് പറഞ്ഞു, തൗറാത്തിൽ നമ്മുടെ നബിനെ പറ്റി പറഞ്ഞ വിവരം ഒന്ന് എനിക്ക് പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് ചോദിച്ചത്. അങ്ങനെ തൗറാത്ത് പഠിച്ച വലിയ സാബികളുടെ കൂട്ടത്തിലുണ്ട്, താബികളുടെ കൂട്ടത്തിലുണ്ട്. ഇവർ താബിയിലാണ് വിടുക. എപ്പോഴാണ് വഫാത്ത്? സനത്ത സിൻതൈനി വസലാസീന മിനൽ ഹിജ്റ. ഹിജ്റയുടെ 32ാമത്തെ കൊല്ലത്തിലാണ് വഫാത്ത്. അപ്പം മറ്റു നോക്കാർക്ക് ഒരു ഗുളിക കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താക്കിയത്? തൽക്കാലം ചരിത്രം പറഞ്ഞു വെച്ചത്. വക്കാന യദ്കുറു അഖ്ബാറൻ കസീറത്തൻ ഫീ സിഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിഫാത്തിൻ്റെ വിഷയത്തിൽ ധാരാളം സംഭവങ്ങൾ പറയുന്ന ആളായിരുന്നു. അതിൻ്റെ കഅബുൽ അഹ്ബാർ. ഹഫിളഹ മിനൽ കുതുബിൽ ഖദീമത്തിൽ മുനസ്സല. മുമ്പ് ഇറക്കപ്പെട്ട കിതാബില്ല, തൗറാത്ത്, ഇഞ്ചീൽ പോലത്തെ, അതിൽ നിന്ന് മൂപ്പർ പഠിച്ച് മനഃപ്പാടമാക്കിയതാ. വസഅലഹു ഉമർ റളിയല്ലാഹു അൻഹു. എന്താക്കി? മൂപ്പരോട് ചോദിച്ച മറത്തൻ ഒരു ദിവസം അൻ സിഫത്തിഹി ഫി തൗറാത്തി. തൗറാത്തിലുള്ള സിഫാത്തിനെ കുറിച്ച്. ചിലപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് തൗറാത്ത് പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല, അതുകൊണ്ട് ഓർക്കൊരു പോരായ്മയല്ല. അപ്പം എന്താക്കും? അറിയുന്നവരോട് ചോദിക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചുകൊണ്ട് തൊട്ടോറും തൊടപ്പെട്ടോറും നരകത്തിലായി ചോദിക്കും. തൊട്ടോറും തൊടപ്പെട്ടോറും നരകത്തിലായി എന്നാണ് പറയുന്നത്. അവരൊന്നും ഇസ്ലാമിലല്ല, നിങ്ങൾ എന്തിനാണ് അതിനോട് കൽപ്പിടിക്കാൻ തീർക്കുന്നു? എന്തൊക്കെയാ ഉപദേശം പറയാമെന്നല്ലാണ്ട്. ഏതായാലിരിക്കട്ടെ, ഉമർ റളിയല്ലാഹു അൻഹു കഅബുൽ അഹ്ബാറിനോട് ചോദിച്ച് അൻ സിഫത്തിഹി ഫി തൗറാത്തി, തൗറാത്തിനുള്ള സിഫത്തിനെ കുറിച്ച്. ഫഖാല, അപ്പോൾ ആര് പറഞ്ഞ്? കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുന്നു, ഇന്ന ഫീഹാ അന്ന സയ്യിദൻ നാസി വസഫവത മിൻ വൽദി ആദം വഖാതമൻ നബിയ്യീൻ യഖ്റുജു മിൻ ജിബാലി ഫാറാൻ. അതാ തൗറാത്തിലുണ്ട് ലോക ജനങ്ങളുടെ സയ്യിദും അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ആദം അലൈഹിസ്സലാമല്ലേ അള്ളാഹു ഖലീഫയാക്കി നിശ്ചയിച്ച അവരുടെ മക്കളിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ ഖാതിമുൻ നബിയീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു മിൻ ജിബാലി ഫാറാൻ. ഫാറാൻ പർവ്വതത്തിൻ്റെ ഭാഗത്തിൽ ഇന്ന് പുറപ്പെടും. അതായത് മക്കയെ കൊള്ളയെ സൂചിപ്പിക്കുന്നത്. വമംബത്തിൽ ഖർദ് മിനൽ വാദിൽ മുഖദ്ദസ്. അതാ കഅബ ഷരീഫിൻ ഉള്ള നാടല്ലേ മക്ക ഷരീഫ്. അവിടെ നിന്നാണ് തങ്ങൾ പുറപ്പെടുക. ഫയുദ്ഹിറു തൗഹീദ, തൗഹീദിനെ വെളിപ്പെടുത്തും. വൽ ഹഖ, ഹക്കിനെയും വെളിപ്പെടുത്തും. സുമ്മ യന്തഖിലു ഇലാ ത്വയ്ബ, ത്വയ്ബയിലേക്ക് പിന്നീട് താമസം മാറ്റും. ഏതാ ത്വയ്ബ? മദീന. ഫതകൂനു ഹുറൂബുഹു വആയാതുഹു ബിഹാ, അവിടുന്നായിരിക്കും തങ്ങൾക്കുണ്ടാവേണ്ടുന്ന യുദ്ധങ്ങളും മറ്റുള്ള പലതും. സുമ്മ യുഖ്ബദു വയുദ്ഫനു ഫീഹാ, പിന്നീട് വഫാത്തായി മറമാടപ്പെടൽ മക്കയിൽ എന്താണ് ത്വയ്ബയിൽ തന്നെയായിരിക്കും എന്ന് തൗറാത്തിലുണ്ട്. അപ്പോൾ സാധാരണ വ്യക്തിയായത് സാധാരണ നബിയാണോ ഇത് പറഞ്ഞത്? ഇനി വമിൻ ദാലിക ഖബറു ലഗാതിർ, ലഗാതിർ എന്നുള്ള ഒരാളെ പേരാണ്. അദ്ദേഹത്തിൻ്റെ വാർത്ത എന്താ? വഹുവ അസ്ഖഫു മിൻ കിബാരി റൂം. റോം നാടുണ്ടല്ലോ, അവിടെയുള്ള വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട പണ്ഡിതന്മാരുടെ തലവനാണ് ആര്? ഈ ലഗാതിർ. ക്രിസ്ത്യാനിയാണ്. അസ്ലമ അലാ യദി ദഹിയത്തുൽ കൽബി, ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു എന്ന സഹാബിനെ എഴുത്തും കൊടുത്ത് അയച്ചിരുന്ന അവിടത്തേക്ക് റോമിലേക്ക്. അവരുടെ കയ്യാലാണ് മൂപ്പർ ഇസ്ലാമിലേക്ക് വന്നത്. അർസലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ കൈസർ മലിക്കിർ റൂം. റോമിലെ ചക്രവർത്തിയായ കൈസറിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഹിയത്തുൽ കൽബിലെ കയ്യിൽ എഴുത്തു കൊടുത്തയച്ചു. ആ എഴുത്ത് മുഖേന ഇസ്ലാമിലേക്ക് വന്നവരാണ് ആര്? ലഗാതിർ എന്ന ഈ വലിയ പണ്ഡിതൻ. മനസ്സിലാക്കുന്നുണ്ടല്ലോ? ഇനിയിപ്പോൾ സംഭവം വരട്ടെ. കാല ദിഹിയ പറയുന്നു, ലമ്മാ ഖറജ ഉലമാഉർ റൂമി മിൻ ഇൻദി ഹിർക്കൽ. അന്ന് ഭരിച്ചിരുന്ന രാജാവാണ് ഹിർക്കൽ ചക്രവർത്തി. കൈസർ എന്ന് ആളെ പേരല്ല, അതാടെ നമ്മൾ പോയിട്ട് ഇരുന്നാലും കൈസർ എന്നാണ് വിളിക്കുക. ഏതുപോലെ പൊന്നാനി പോയ ഉസ്താദ് എന്നല്ല വിളിക്കുക, മഹ്ദൂം എന്നാണ്. ഇപ്പോൾ നമ്മൾ പോയി അവിടെ ഖത്തീബോ ഖാദിയോ മുദരിസോ ആയാൽ
മഖ്ദൂം എന്ന് നമുക്ക് കിട്ടുന്ന പേര്. അതേ അവസരത്തിൽ കൊച്ചിങ്ങോട്ടാണെങ്കിൽ ഓറ് എന്നായിരിക്കും പേരുണ്ടാവില്ലേ. നമ്മളെ നാട്ടിൽ വേറെ ഉസ്താദ് മുലർക്ക എന്നുള്ള പേരായി. അപ്പോൾ ഹിറക്കൽ ചക്രവർത്തിൻ്റെ അടുത്ത് കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാം പുറത്തു പോയതിന് ശേഷം എഴുത്തുമായി വന്ന ഈ ദഹിയത്തിനെ അങ്ങോട്ടേക്ക് കയറ്റി. ദഹിയത്തുൽ കൽബിയല്ല എഴുത്തുകൊണ്ടപ്പോൾ അത് ഖലനി അലൈഹി വാർസലയിലെ അസ്കഫ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല അസ്കഫ് പേര് ലഗാത്തിൽ എന്ന അസ്കഫ് മൂപ്പറയും വരുത്തിച്ച്. കാന സാഹിബ അംദിഹിം. കാരണം ഈ അസ്കഫ് പറഞ്ഞാലാണ് അവിടെ ഒരു തീരുമാനമാവുക. ഒരു പാണ്ഡിത്യത്തിൻ്റെ ആ നേതൃത്വം അന്ന് ഹിർക്കലും കണക്കിലുള്ളത്, ഇന്നത്തെ കൊമ്മട്ടിൻ്റെ മാതിരിയല്ല. ഫസഅലഹു അൻ അംരിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്താക്കി ചോദിച്ചു. ഫഖാല ലഹു, അപ്പം പറഞ്ഞ് ഹാദല്ലദീ കുന്നാ നന്തളിറുഹു വബശ്ശറനാ ബിഹി ഈസാ അലൈഹിസ്സലാം. അതാ ഈ പറയപ്പെട്ട നബിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് ശേഷം വരാനൊരു നബിയുണ്ട് എന്ന് പറഞ്ഞ ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട നബിയും ഓറ് തന്നെയാണെന്നുണ്ടായി അവിടെ സ്ഥാപിച്ചു കൊടുത്തു. പക്ഷേ അമ്മ അന എൻ്റെ ഹിർക്കല പറയുന്നു ഫമുസദ്ദിഖുഹു വമുത്തബിഉഹു. അതായത് നമ്മൾ അസ്കഫ് പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങോട്ട് കൊണ്ട് വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ അവളെ പിൻപറ്റുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാല കൈസർ പറഞ്ഞെന്താണ്, ഞാനിക്കും വിശ്വസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ അധികാരം പോയിപ്പോ എന്ന ബോഡിക്ക് ഞാൻ മഴയിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. ഈ ഫാൽത്തു ദഹബ് മുൽക്കി അഭിബന്ധായി നിറയും ലഗാത്തത് എന്ന് അസ്കഫ് വിശ്വസിച്ചു. കൈസർ അയാൾക്ക് ബോധ്യപ്പെട്ടെങ്കിലും രാജാധികാരം പോയി പോകുന്നതിനെന്തായി വിശ്വസിച്ചില്ല. കാല ദഹിയ, ഏത് ദഹിയ പറയട്ടെ. കാല ലീൽ അസ്കഫ്, അസ്കഫ് എന്നോട് പറഞ്ഞു ഖുദ് ഹാദൽ കിതാബ വദ്ഹബ് ബിഹി ഇലാ സാഹിബിക ബക്കർ അലൈഹിസ്സലാം. നിങ്ങൾ പോകുമ്പോൾ ഈ എഴുത്ത് കൈ പിടിക്കണം. എന്നിട്ട് നിൻ്റെ സാഹിബില്ലേ അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എൻ്റെ സലാം പറയണം. എന്നിട്ടോ വഅഖ്ബിറുഹു അന്നി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളാണ്. ഈ ലഗാത്ത് എന്നെന്താക്കണം പറഞ്ഞു കൊടുക്കണം. വഅന്നി ഖദ് ആമൻതു ബിഹി വസദ്ദഖ്തുഹു, ഞാൻ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും തങ്ങളെ സത്യമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയും തങ്ങളോട് അറിയിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നത്? സുമ്മ അൽക്കാ സിയാബഹു ലബിസ സിയാബൻ ബൈള, മൂപ്പർ ധരിച്ച വസ്ത്രം മാറ്റിയിട്ട് വെളുത്ത വസ്ത്രം ധരിച്ച് വഖറജ, അങ്ങനെ പുറത്തിറങ്ങിയിട്ട് വദഅ റൂമ ഇലൽ ഇസ്ലാം, റോമക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി. ആരെ? നമ്മൾ ലഗാത്തിർ വശഹാദത്തിൽ ഷഹിദ ഷഹാദത്തൽ ഹഖി. അപ്പം ക്ഷണിക്കലോടുകൂടി പക്കത്തിലോ അവരെല്ലാം കൂടെ കൂടിയിട്ട് മൂപ്പറെ കൊന്നു. പണ്ടേ സ്വഭാവം അത് തന്നെയാണല്ലോ. അഭിബന്ധായി എന്നറിയോ, ഹിർക്കല് അധികാരം പോയിപ്പോൾ ഒന്ന് പേടിച്ചിട്ട് തൽക്കാലം മാറി നിന്നു. ലഗാത്ത് വിശ്വസിച്ചു, മറ്റുള്ളവരെ ക്ഷണിക്കാൻ വേണ്ടി രംഗത്ത് വന്നു. പഴയ ഷഹീദായി. ഇനിയിപ്പോൾ ദഹിയൽ ഒറ്റയ്ക്ക് ഇനി ഫലമ്മ റജഅ ദഹിയ ഇലാ ഹിർക്കൽ, ദഹിയ എന്താക്കി ഹിർക്കലിൻ്റെ അടുത്ത് വന്നു. വഖാല ലഹു അമാ ഖുൽതു ലക അനാ നഖാഫുഹും അലാ അൻഫുസിനാ, ഇവരെ കൊല ചെയ്യും, ഇവർ ഉപദ്രവിക്കും എന്ന് പേടിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ. കാരണം ഹിർക്കലും വിശ്വസിച്ചെങ്കിൽ ഹിർക്കലിനെയും കൊല്ലൂ, അപ്പോൾ രാജോട്ടാകത്തകരും, അധികാരം നഷ്ടപ്പെടും. അപ്പം ജനങ്ങൾ നടപടിയെടുക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയല്ലേ. ഫലഗാത്തിർ കാന അലമ ഇൻദഹും മിന്നി, പക്ഷെ ലഗാത്തിർ എന്നുള്ളത് എന്നേക്കാണ് സ്ഥാനമുള്ള ആളാണ് ജനങ്ങളെടുക്കൽ. അങ്ങനെ അവിടെ തീർന്നു. വഅഖ്ബാറുൽ അഹ്ബാരി വൽ കുഹാനി, അത് അതിൽപ്പെട്ടതല്ലേ. വഅഖ്ബാറുൽ അഹ്ബാരി വൽ കുഹാനി വതസ്ദീഖുഹും ബിസിഫാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വതസ്ദീഖുഹു ലാ യുംകിനു ഹസ്റുഹു വസ്തിഖ്സാഉഹു. ഈ അഹ്ബാരിങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, പൂർവ്വകാല മതങ്ങളുടെ പണ്ഡിതന്മാർക്ക് എന്തു പറയും? അഹ്ബാർ. ജൂതന്മാരാണെങ്കിൽ നസാറാക്കളെ പറ്റി പറയുക റുഹ്ബാൻ എന്ന് പറയും. കുഹാൻ എന്ന് പറഞ്ഞാൽ എന്താകും? ഒരു കൂട്ടർക്ക് ജിന്നിൻ്റെ സംസാരം ഉണ്ടാകും.
അത് ജിന്നൊന്നെങ്കിൽ ജിന്നിഷ്ടപ്രകാരം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുണ്ടാകും, അത് ഇയാളെ പണി കൊടുക്കണ്ട. അതുമല്ലെങ്കിലോ ഇയാൾ അധ്വാനിച്ച് നോമ്പെല്ലാം നോറ്റി ആ ജിന്നിൻ്റെ രിയാദൊക്കെ എന്നിട്ട് ജിന്നിനെ ആവഹിക്കൽ, പിടിച്ചെടുക്കൽ, അങ്ങനെയുണ്ടാകാം. ആ കുഹാനികൾ പറഞ്ഞതും മറ്റൊക്കെ എണ്ണിയാ തീരുവില ധാരാളം പറയാനുണ്ടെന്നാണ് പറയുന്നു. ലാ യുംകിനു ഹസ്റോ വസ്തഖ്സാവും. എന്നാൽ പിന്നെ ചിലർ തങ്ങളെ ഇൻകാറാക്കി പറയുന്നുണ്ടല്ലോ, അന്ന് ഇതൊന്നും അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? ബോധ്യപ്പെടൂല. അങ്ങനത്തെ കൽബയാലി വമാ അൻകറദാലിക മിൻഹും മൻ അൻകറഹു ഇല്ലാ ഹസദൻ വബഗ്യൻ. ഇൻകാറാക്കിയ വല്ലവരും ഇൻകാറാക്കിയിട്ടുണ്ടെങ്കിൽ അസൂയ കൊണ്ട് മാത്രമല്ലാണ്ട് വരൂല. വല്ലാഹു യഹ്ദി വല്ലാഹുൽ ഹാദി ഇലാ സവാഇസ് സബീൽ. ഹിദായത്തിലാക്കേണ്ടതല്ലയെന്നുള്ളൂ. ഇനി വഅമ്മ അഖ്ബാറുൽ കുഹാൻ, കുഹാനീങ്ങൾ പറഞ്ഞത് അല അൽസിനത്തിൽ ജാന്, ജിന്നുകളെ നാവിൽ കൂടി. ഫകസീറത്തുൻ, അതും ധാരാളമുണ്ട്. മിൻഹ ഖബറു സവാദ് ബിൻ ഖാരിബിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാർത്ത അതിൽ വളരെ പ്രസിദ്ധമായതുകൊണ്ടാണ് മുപ്പറ അത് എടുത്തു വെക്കുന്നത്. വക്കാന മിൻ ദൗസ് ഖൗമി അബീ ഹുറൈറ. ഈ സവാദ് എന്നുള്ള അവർ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഖൗമിൽപ്പെട്ട ആളായിരുന്നു, ദൗസ് കബീല. കാന യതകഹനു ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് കഹാനത്തുള്ള ആളായിരുന്നു, ജിന്നുമായിട്ടുള്ള സംസാരം ഉള്ള ആളാന്നാല് സവാദ്. വക്കാന ഷായിറ, നല്ല കവിയുമായിരുന്നു. സുമ്മ അസ്ലമ, പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. കഹാനത്തെല്ലാം വലിച്ചെറിഞ്ഞ് എല്ലാം കളഞ്ഞു. അതാദ്യം പരിചയപ്പെടുത്തിയില്ലേ. ഫഅൻ മുഹമ്മദ് ബിൻ കഅബിൽ ഖുറദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല ബൈനമാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദാത യൗമിൻ. ഇത് കുറേ കിട്ട ഇങ്ങോട്ട് നാം മുമ്പ് തുടങ്ങുന്നു, എന്നിട്ടാണോ അങ്ങോട്ടേക്ക് മറിക്കാൻ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ജാലിസ് ഇരിക്കുന്നു. ഇത് മർറ ബിഹി റജുലുൻ, അപ്പോൾ ഒരാൾ നടന്നുപോയി. ഫഖീല ലഹു യാ അമീറൽ മുഅ്മിനീൻ അതഅരിഫു ഹാദൽ മർറ. ആ നടന്നു പോയ ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ഉമർ തങ്ങളോട് ചോദിച്ചു. കാല, അപ്പം ചോദിച്ചു ഉമൻ അത് ആരാണ്? അപ്പം അറിയില്ല എന്നല്ലേ വന്നേ, ആരാന്ന് പറ. കാല, അതാണ് സവാദ് ബിൻ ഖാരിബ് എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അല്ലദീ അതാഹു റിഇയുഹു ഐ താബിഉഹു മിനൽ ജിന്നി അല്ലദീ യതറാഅ ലഹു. അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുന്ന ഒരു ജിന്നുണ്ടായിരുന്നു. ആർക്ക്? സവാദിന്. ഇപ്പോഴല്ല, തങ്ങളെ കാലവും കഴിഞ്ഞ് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തേക്ക് എത്തിപ്പെടുന്നു. യതറാഅ ലഹു, അത് എന്താക്കും? മൂപ്പർക്ക് പ്രത്യക്ഷപ്പെടും ആ ജിന്ന്. അതാഹു ബിദുഹൂരി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ലാഹിറായിട്ടുണ്ട്, തങ്ങൾ അംഗീകരിക്കണമെന്ന് ആ ജിന്നാണ് സവാദിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതാ വകാന ഹാദൽ ഖൗലു ലി ഉമറ, ഈ ഖൗല് ഉമർ റളിയല്ലാഹുവിനോടായിരുന്നു. ബഅദ അൻ ഖാല വഹുവ അലൽ മിമ്പർ, ഐ മിമ്പർ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, മൂപ്പറ മിമ്പറിൽ ഇരുന്നിട്ട്, ഏത് മിമ്പറിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കാനുള്ള മിമ്പറിൽ ഇരുന്നുകൊണ്ട് ചോദിച്ച്, അയ്യുഹന്നാസ് ഫീക്കും സവാദ് ബിൻ ഖാരിബ്, നിങ്ങളുടെ കൂട്ടത്തിൽ സവാദ് ബിൻ ഖാരിബ് ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. ഫലം യുജിബുഹു അഹദുൻ, ആരും ഉത്തരം പറഞ്ഞില്ല. ഫലമ്മ കാനത്തി സനത്തുൽ മുഖബില, അടുത്ത കൊല്ലം എത്തിയപ്പോൾ, ജമന മജീഇൻ നാസ് ലിസിയാറത്ത് മിനൽ ആഫാഖ്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സിയാറത്തിന് വരുന്ന ഒരവസരമായിരുന്നു. അങ്ങനെ ഓരോ സീസൺ ഉണ്ടല്ലോ. കാല അയ്യുഹന്നാസ് ഫീക്കും സവാദ് ബിൻ ഖാരിബ്, അവരോട് ചോദിച്ചു, സവാദ് ബിൻ ഖാരിബ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? കാന ബദു ഇസ്ലാമിഹി ശൈഅൻ നജീബൻ, കാരണം അവരെന്തിനെ അന്വേഷിക്കുന്നത്? അവർ ഇസ്ലാമിലേക്ക് വന്ന സംഭവം ഒരു അത്ഭുതകരമായ വാർത്തയായിരുന്നു. അത് നിങ്ങൾക്ക് അറിയിച്ചു തരാനാണ്. അത് സവാദിനെ കൊണ്ട് തന്നെ പറയിക്കണം. ഖാലൽ ബറാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫബൈനമാ നഹ്നു കദാലിക്, ഇപ്രകാരമായിരിക്കവേ ഇത് ത്വലഅ സവാദ് ബിൻ ഖാരിബ് അവിടെ കയറി വന്നു, ആളെ കിട്ടി.
ഫഖാലൂലി ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു ഹദാ സവാദ് ബിൻ കാലിബ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഅർസല ഇലൈഹി ഉമർ റളിയല്ലാഹു അൻഹു ആളയച്ചു. ഫജാഅ വന്നു. ഫഖാല ലഹു അൻത സവാദ് ബിൻ കാലിബ്, നിങ്ങളാണോ സവാദ് ബിൻ കാലിബ് എന്ന ആള്? ഖാല നഅം, അതെ. ഖാല അൻത അതാക റയ്യുക ബി ദുഹൂരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ലാഹിറായിട്ടുണ്ട് എന്ന വാർത്ത നിങ്ങളുടെ ജിന്നാണോ നിങ്ങളോട് അറിയിച്ചു തന്നിരുന്നത് എന്ന് ചോദിച്ചു. എല്ലാം ഉറപ്പുവരുത്തണമല്ലോ. ഖാല നഅം, അതെ എന്ന് പറഞ്ഞു. ഖാല ഇനി എന്താക്കണം? ചരിത്രം പറയണം. ഫഅൻത അലാ മാ കുൻത അലൈഹി മിൻ കഹാനതിക, നിങ്ങൾ പണ്ടൊരു കാഹിനല്ലേ, ആ കഹാനത്ത് നിങ്ങൾ ഇപ്പോഴും ഉണ്ടോ എന്നാ ചോദ്യം. ആ ചോദ്യം സവാദിനെ പിടിച്ചില്ല. ഞാൻ മുസ്ലിമായിട്ട് ഇത്ര ആളായിട്ട് പിന്നെയും നിങ്ങൾ കാഹിനാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം എന്താ? ഫഖദിബ സവാദ് ബിൻ കാലിബിന് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു വഖാല മസ്തഖബലനി ബിഹാദാ അഹദുൻ മുൻദു അസ്ലംതു യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ ഞാൻ മുസ്ലിമായതിന് ശേഷം ഒരാളും ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല. നിങ്ങൾ കാനത്തിൽ തന്നെ ജീവിക്കുന്നുണ്ടോയെന്ന് എന്തിനു ചോദിച്ചത്? ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങളെ നിസ്സാരപ്പെടുത്താനൊന്നുമല്ല ഞാൻ ചോദിച്ചത്, ചരിത്രം അറിയാനാണ്. എന്തുകൊണ്ട്? നിങ്ങൾ കഹാനത്തിൽ ജീവിച്ചു എന്ന് പറഞ്ഞത് കാര്യമായ തെറ്റല്ല, തീരെയല്ല എന്നല്ല. എന്തുകൊണ്ട്? നമ്മളതിൻ്റെ മുമ്പ് മുശ്രിക്കുകളായിരുന്നു. അപ്പോൾ കഹാനത്തിനെ കണക്ക് അടുപ്പുള്ള മുശ്രിക്കായിട്ടില്ലേ നമ്മൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൊല്ലാൻ വേണ്ടി പോയാളല്ലേ. അപ്പോൾ നിങ്ങളതിനേക്കാണ് കുറച്ച് മോശക്കാരൻ ഞാനാണ് വന്ന് മനസ്സിലാകുന്നു. അപ്പോൾ സുബ്ഹാനല്ലാഹ് മാ കുന്ന അലൈഹി മിന ശിർക്കി, നമ്മൾ ജീവിച്ച ശിർക്കിൻ്റെ കാലം അഅ്ലമു, നിങ്ങളെ കഹാനത്തിനാക്കാണ് കുറച്ച് കടുപ്പം കൂടിയതായിരുന്നു. ഐ മാ കുന്ന മിൻ ഇബാദത്തിൽ അസ്നാമി അഅ്ലമു മിമ്മാ കുൻത അലൈഹി മിൻ കഹാനതിക്, നിങ്ങൾ ഏറി പറഞ്ഞ ജിന്നിൻ്റെ സഹായത്തോടെയോട് കഹാനത്ത് നടത്തും എന്നതിനുള്ളൂ. അത്രമാത്രം ഗൗരവം കൂടിയതാണ് ഇത് ശിർക്ക്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ഒന്നും പ്രയാസം തോന്നണ്ട. വഫീ റിവായത്തിൻ ഇന്ന ഉമർ റളിയല്ലാഹു അൻഹു വന്ന ഖാല അല്ലാഹുമ്മ ഗുഫ്റാൻ, അല്ലാഹു തആല എനിക്ക് മാപ്പ് താ. അങ്ങനെ സവാദിന് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കായി പോയി പറഞ്ഞത് എന്ന് വെച്ചിട്ട് പുറത്തു തരണേ. ഖദ് കുന്നാ ഫിൽ ജാഹിലിയത്തി അലാ ശർരിൻ മിൻ ഹാദാ നഅബുദുൽ അസ്നാമ വൽ ഔസാൻ, ജാഹിലിയ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ കഹാനത്തിനേക്കാളും ഷർറായ ഒരവസ്ഥയിൽ ജീവിച്ചവരായിരുന്നു നമ്മൾ. ബിംബങ്ങളെയും കല്ല് മരങ്ങളെയും മറ്റും ആരാധിക്കുന്നു. ഹത്താ അക്റമനല്ലാഹു ബി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇസ്ലാം, അങ്ങനെ അല്ലാഹു തആല റസൂലിനെ അയച്ചു തന്നു, ഇസ്ലാം തന്നിട്ട് നമ്മളെന്താക്കി? ഇസ്ലാമിലേക്ക് ആക്കിയതാണ്. അതുകൊണ്ട് സവാദിനെ കുറ്റപ്പെടുത്തലല്ല ഇവിടെ ഉദ്ദേശം. വഫീ കലാമി സുഹൈലി ഇന്ന ഉമർ റളിയല്ലാഹു അൻഹു മാസഹ സവാദൻ റളിയല്ലാഹു അൻഹു, ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു തമാശക്ക് പറഞ്ഞെന്നാണ് ആര്? ഇമാം സുഹൈലി പറയുന്നത്. നിങ്ങൾ പണ്ടത്തെ അവസ്ഥ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഫഖാല മാ ഫഅലത്ത് കഹാനത്തുക യാ സവാദ്, കഹാനത്ത് എന്ത് ചെയ്ത് ആ നിർത്തിയോ? ഫഖദിബ, അന്നേരം ഉമർ ദേഷ്യം വന്നു. ഏതായാലും വഖാല ലഹു, സവാദ് പറയട്ടെ, ഖദ് കുൻതു അന വ അൻത അലാ ശർരിൻ മിൻ ഹാദാ മിൻ ഇബാദത്തിൽ അസ്നാം വാക്കിലൽ മൈതാത്ത്. കണ്ടോ, നിങ്ങളും ഞാനും ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ശർറ് ജീവിച്ച ആൾ തന്നെയാണ്. ഒരു കാലത്ത് ഇപ്പം നമ്മൾ രണ്ടാളും മാറി. അസ്നാമിനെ ആരാധിച്ചിരുന്നു, ശവങ്ങൾ ഭക്ഷിച്ചിരുന്നു. അപ്പോൾ തുഅയ്യുറനീ ബിഅംനിക സബത എന്ന നമ്മ രണ്ടാളും ചെയ്തൊരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തി ചോദിക്കണമെന്നാണ് ചോദിച്ചത്. ചോദ്യം മനസ്സിലാകുന്നില്ലേ? ഫഖാല ഉമർ റളിയല്ലാഹു അല്ലാഹുമ്മ ഗുഫ്റാൻ, അല്ലാഹു തആല നമുക്ക് മാപ്പ് നൽകട്ടെ, ഞാൻ പറഞ്ഞു പോയി. മൂപ്പർ പിൻവലിച്ചു. സുമ്മ ഖാല യാ സവാദ്, സവാദേ ഹദ്ദിസ്നാ ബിബദഇ ഇസ്ലാമിക കൈഫ കാന, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ രീതി ഒന്ന് പറഞ്ഞതാ. അതാണ് നമുക്ക് അറിയേണ്ടത്. ഈ ഒച്ചപ്പാടങ്ങ് വിട്ട്. ഖാല നഅം യാ അമീറുൽ മുഅ്മിനീനെ, പറഞ്ഞു തരാം. ബൈന അന ദാത ലൈലത്തിൻ ബൈന നാഇമി വൽ യഖ്ലാൻ, ഞാൻ
ഉറങ്ങിയിട്ടുമില്ല ഉണർന്നവനുമല്ല, അതിൻ്റെ ഇടയിൽ. ഇത് അത്താനി റഈ, എൻ്റെ ജിന്ന് വന്നു. വളറബനി ബിരിജ്ലിഹി, കാല് കൊണ്ട് അടിച്ചെന്ന്. ഖാല ഖും, ഞാൻ സവാദ് ബിൻ ഖാലിദ്, എണീ. വസ്മഅ മഖാലത്തി, ഞാൻ പറയുന്ന കേൾക്ക്. വാക്കിൽ ഇൻ കുന്ത താഖിലു, നീ ഒരു ബുദ്ധിമാനാണെങ്കിൽ ഞാൻ പറയുന്നത് ബുദ്ധിയോടുകൂടി ആലോചിക്കണം. അന്നഹു ഖദ് ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ലുഅയ് ബിൻ ഗാലിബ്. ഏതാ ലുഅയ് ബിൻ ഗാലിബ്? എത്രാമത്തെ പാപ്പ? അബ്ദുല്ലാഹി, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്, മുറത്ത്, കഅബ്. അതിനപ്പുറം വിട്. ലുഅയ് ഗാലിബ്. അപ്പോൾ 9-ാമത്തെയും 10-ാമത്തെയും അടുത്തേക്ക് എത്തി. യദ്ഉ ഇലാ ദീനില്ലാഹി അസ്സ വജല്ല വഇലാ ഇബാദത്തിഹി, അള്ളാഹുവിൻ്റെ ദീനിലേക്കും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനത്തെ അപ്പം ജിന്ന പറഞ്ഞു കൊടുക്കുന്നു. സുമ്മ അൻശഅ യഖൂലു, പിന്നൊരു പാട്ട്. അജിബ്തു ലിൽ ജിന്നി വഇഖ്തിലാബിഹാ വശദ്ദിഹൽ ഈസ ബിഅഖ്താബിഹാ തഹ്വി ഇലാ മക്കത തബ്ഗിൽ ഹുദാ മാ സാദിഖുൽ ജിന്നി കകുല്ല കദ്വാബിഹാ ഫർഹൽ ഇല സഫവാതി മിൻ ഹാഷിമിൻ ലൈസ ഖദ് അമാമുഹ കാദിനാബാട്. ഇത് പോയിട്ടുണ്ട്. കാദിനാബിഹ, ഒരു 3 വരി പാട്ട് ജിന്നുകൾ പാടിയ പാട്ടാത്. എന്തായാലുള്ളത്? അജിബത്തുൽ ജിന്നി വതത്ലാബിഹ വശദ്ദിഹൽ ലൈസ ബിഅഖ്താബിഹ, ഒട്ടകത്തിൻ്റെ മേലെ യാത്രക്ക് ആവശ്യമായ പിരിപ്പും ഇതെല്ലാം ഈ ബേക്ക് വേദനിക്കുമല്ലോ ഒട്ടകത്തിന് കൊട്ടെല്ലാം മുട്ടുമ്പോൾ. അതിനൊരു കുഷ്യനൊക്കെ ഇട്ടിട്ട് നല്ല കെട്ടലം കെട്ടി പോകുന്ന ജിന്നുകൾ പോകുന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. തഹ്വീല മക്കത്ത, മക്കയിലേക്കാണ് പോകുന്നത്. തബ്ഗിൽ ഹുദാ, ഹിദായത്തിനെ തേടിക്കൊണ്ടിട്ട്. മാ സാദിഖുൽ ജിന്നി കദ്വാബിഹ, ജിന്നുകളെ കൂട്ടത്തിൽ സത്യം പറയുന്നവരുമുണ്ട്, കളവ് പറയുന്നവരുമുണ്ട്. പക്ഷെ രണ്ടാളും ഒരുപോലെയല്ലല്ലോ. അതുകൊണ്ട് ഫർഹൽ ഇല സഫ്വതി മിൻ ഹാഷിം, ഹാഷിമിൻ്റെ കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നീ യാത്ര പോകണം. ലൈസ കത് എന്താ അമാമഹ കഅദ്നാബിഹ, മുൻഭാഗവും പിൻഭാഗവും ഒരുപോലെയല്ലോ. അദ്നാബ് എന്ന് പറഞ്ഞാൽ വാലുള്ള ഭാഗത്തിനല്ല അദ്നാബ്. അപ്പം മുൻഭാഗവും പിൻഭാഗവും ഒന്നല്ല എന്ന് പറയുമ്പോൾ മുൻഭാഗത്തിൻ്റെ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താക്കി, ജിന്ന് സംസാരിച്ച് പോയി. പൊക്കുൽത്തു, ഞാൻ പറഞ്ഞു ഇപ്പടാ ഞാൻ ഉറങ്ങട്ട് കുറച്ച്. ഇപ്പം വയലും അറിയാനോ ഒന്ന്. ദാനി അനാമു ഫൈനി അംസൈത്തു നായിച്ച്, എനിക്ക് വൈകുന്നേരേ ഉറക്കം തൂങ്ങുന്നുണ്ട്. ഫലമ്മ കാനത്ത് ലൈലത്തു സാനിയ, 2-ാമത്തെ ദിവസമായപ്പോൾ അത്താനി വീണ്ടും വന്നില്ലേ. അപ്പോൾ നറബനി ബിരിജ്ലിഹി, കാലുകൊണ്ട് അടിച്ചിട്ട് പറഞ്ഞു. വക്കാലക്കും ഞാൻ സവാദ്, സവാദേ എണീ ബിരിക്കാരൻ. ഫസ്മഅ മക്കാലത്തി വഅഖിൽ ഇൻ കുന്ത തഅഖിലു, നീ ബുദ്ധിജീവിയല്ലേ, ആണെങ്കിൽ നീ മനസ്സിലാക്കണം. ഖദ് ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ലുഅയ് ബിൻ ഗാലിബിൻ യദ്ഉ ഇലല്ലാഹി അസ്സ വജല്ല വഇലാ ഇബാദത്തി. ഇന്നലെ പറഞ്ഞ പോലെ അതേ വാക്ക് തന്നെ രണ്ടാമതും. പിന്നോട്ട് പാട്ട് പാടി. അജിബ്തു ലിൽ ജിന്നി വതിഖ്ബാരിഹ വശദ്ദിഹൽ ഈസ ബിഅക്വാരിഹ തഹ്വി ഇലാ മക്കത തബ്ഗിൽ ഹുദാ മാ മുഅ്മിനുൽ ജിന്നി കകുഫാരിഹ. ഇന്നത്തെ പാട്ടിന് അതേ അർത്ഥം തന്നെ. അതുകൊണ്ട് ഫർഹൽ ഇല സഫ്വതി മിൻ ഹാഷിമിൻ ബൈന റവാബിഹ വ അഹ്ജാരിഹ. കൊണ്ട് മക്കയിലേക്ക് പോട്. 2-ാമത്തെ ദിവസം അതേ ഉപദേശം. ഫക്കുൽത്ത്, ഞാൻ പറഞ്ഞു ദഅനി അനാമു, എന്നൊന്ന് ഉറങ്ങാൻ സമ്മതിക്ക്. ഫൈന അംസൈത്തു നായിസൻ, എനിക്ക് വല്ലാതെ ഉറക്കം വന്ന് തൂങ്ങുന്നു. ഫലമ്മ കാനത്തിൽ ലൈലത്തു സാലിസ, 3-ാമത്തെ ദിവസം എത്തിയപ്പോൾ അത്താനി വീണ്ടും വന്ന്. ഫളറബനി ബിരിജ്ലിഹി വഖാല ഖും യാ സവാദ് ബിൻ ഖാലിദ് ഫസ്മഅ മഖാലത്തി വഅഖിൽ ഇൻ കുന്ത തഅഖിൽ. 2 ദിവസം പറഞ്ഞ ഒന്ന് തന്നെ. ഇന്നഹു ബുഇസ റസൂലുൻ മിൻ ലുഅയ് ബിൻ ഗാലിബിൻ യദ്ഉ ഇലല്ലാഹി അസ്സ വജല്ല വഇലാ ഇബാദത്തിഹി. അപ്പോൾ 3 ദിവസം ജിന്ന് പറഞ്ഞിട്ടാണ് പ്രേരിപ്പിക്കുന്നത്. എന്നിട്ടോ അജിബ്തു ലിൽ ജിന്നി വതഹ്സാസിഹ വശദ്ദിഹൽ ഈസ ബിഅഹ്ലാസിഹ
تهوي إلى مكة تبغي الهدى ما خير الجن كأنحاسها فارحل إلى الصفوات من هاشم بما وأوم بعينيك إلى رأسها. ഏതായാലും നേര് പറയുന്ന ജിന്നുകളും ഉണ്ടാകാം, കളവ് പറയുന്ന ജിന്നുണ്ടാകാം, രണ്ടാളും ഒരുപോലെ അല്ലല്ലോ. അതുകൊണ്ട് നീ മക്കയിലേക്ക് പോയേ പറ്റുമെന്ന്. ഏതായാലും ഫകുംതു, ഞാൻ എണീറ്റ് ഫകുൽത്തു ഖദിംതഹനല്ലാഹു ഖൽബി, അല്ലാഹു തആല എൻ്റെ കൽബിനെ പരീക്ഷിക്കുകയാണ്, ഇത് അംഗീകരിക്കുമോ ഇല്ലയോ. ഫറഹൽതു നാഖതി ഹത്താ അതൈതു മക്ക, അങ്ങനെ മക്കയിലെത്തുന്നവരെ എൻ്റെ ഒട്ടകത്തിന് ഓടിച്ചുകൊണ്ട് ഞാൻ പോയി. വഫീ റിവായത്തിന്നൽ മദീന, മദീനയിലേക്കാണ് പോയത് മറ്റൊരു റിവായത്തിലുണ്ട്. അങ്ങനെ പരസ്പര വൈരുദ്ധ്യമില്ലേ. അതിന് പറയുന്നത് തങ്ങൾ ഈ സംഭവം നടക്കുമ്പോൾ മക്കയിലായിരുന്നു. അങ്ങനെ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയിട്ട് തങ്ങൾ മദീനയിലേക്ക് എത്തിപ്പോയി കണ്ടപ്പോൾ റൂട്ട് മാറ്റി മദീനയിലേക്ക് പോയി. അപ്പോൾ രണ്ടും സംഭവം തന്നെ. അവരിൽ മക്കയിലേക്കായിരുന്നു. നവരിവായത്തുല്ലൂല അസഹു, മക്കയിലേക്കായിരുന്നു എന്നതാ റിവായത്ത്. അപ്പോഴേക്കും തങ്ങൾ മദീനയിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. വസ്ഹാബുഹു ഹൗലഹു ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളും അസ്ഹാബിമാർ ചുറ്റുമുണ്ട്. ഫലമ്മാ റആനി ഖാല മർഹബൻ യാ സവാദ് ബിൻ ഖാലിബ്, സവാദ് ബിൻ ഖാലിബ് നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ സ്വീകരിച്ചു. ഖദ് അൽവിന്ന മാ ജാബിക, എനിക്ക് 3 ദിവസം ജിന്ന് വന്ന് പറഞ്ഞു തന്നതും അതിനനുസരിച്ച് നീ ഇസ്ലാമാകാൻ വേണ്ടി വന്നതാണെന്നും എല്ലാം എനിക്ക് മനസ്സിലായി. കേട്ടാ. ഖുൽതു യാ റസൂലല്ലാഹ് ഖദ് ഖുൽതു ശിഅറൻ, ഞാനൊരു പാട്ട് പാടട്ടെ. ഫസ്മഅ മഖാലത്തി, എനിക്ക് പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞു, തങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ഫഖാല ഹാത്തി, എന്നാ പഠിക്കും. ഫഅൻശഅതു അഖൂലു, നേരത്തെ പറഞ്ഞില്ലേ, അതാനി റഇയ്യി ബഅദ ലൈലിൻ വഹജഅത്തിൻ വലം യകു ഫീമാ ഖദ് ബലഗ്തു ബികാദിബി. അതാ എനിക്ക് വരാറുള്ള ജിന്ന് ഒരു രാത്രി ഞാൻ ഉറക്കത്തിൻ്റെ ഇടയിൽ വന്ന് അത് എന്നെ പരീക്ഷിക്കുന്നതിൽ കളവ് പറഞ്ഞല്ല. 3 ദിവസം ഒരേ വാക്ക് എന്നെ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞില്ലേ. സലാസലയാലിൻ ഖൗലു കുല്ലും ലികുല്ല ലൈലത്തിൻ അതാക റസൂലും മിൻ ലുഅയ്യ് ബിൻ ഖാലിബി. 3 ദിവസവും പറഞ്ഞത് ഒരേ ആശയം തന്നെയാണ്. ലുഅയ്യ് ബിൻ ഖാലിബിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു റസൂല് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഫശമ്മർതു അൻ സാഖിൽ നിസാറ വവസതത് ബിഹൻ ദഅലബുൽ വജ്നാഉ ബൈന സബാസിബി. അങ്ങനെ ഞാനെന്താക്കിയെന്നറിയോ, രംഗത്തിറങ്ങി എൻ്റെ മുണ്ടെല്ലാം മടക്കിക്കുട്ടി ധാരാളം കുന്നുകളും തെരുവുകളും എൻ്റെ വാദികളൊക്കെയുള്ള നാടും വിട്ട് കടന്നിട്ടുണ്ടാക്കി ഞാൻ ഇവിടത്തേക്ക് എത്തിച്ചേർന്നാണ്. അക്കാലത്ത് ഇന്നത്തെ മാതിരി സുഖകരമായ റോഡൊന്നും ഉണ്ടാവില്ലല്ലോ. فأشهد أن الله لا رب غيره وإنك مأمون على كل غائب. ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, അല്ലാഹു തആല അല്ലാത്ത ഇലാഹ് വേറെയില്ല. അത് ഒന്നാമത്തെ ഷഹാദത്ത് കലിമൻ്റെ വായന. രണ്ടാമത്തത് വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി, മറന്നു കിടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ പേരിലും തങ്ങൾ മഅ്മൂനാണ്, വിശ്വസ്തനാണ്, പറയുന്നത് ഹക്ക് പോലെ പറഞ്ഞു തരുന്നുണ്ട്. وأنك أدنى المرسلين وسيلة إلى الله بن الأكرمين الأطائب. അള്ളാഹുവിൻ്റെ അടുക്കൽ വസീലയാൽ മറ്റ് മുർസലീങ്ങളെക്കാളും ഏറ്റവും അടുത്തവരാണ് തങ്ങൾ എന്നും ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഇലല്ലാഹി യബ്നൽ അക്രമീനൽ അത്തായിബി, മേത്തരം പിതാക്കന്മാരുടെ മകനായി ജനിച്ചവരെ. തങ്ങൾ ഇത് പാപ്പമാരെ പറഞ്ഞതാണ്. فمرنا بما يأتيك يا خير مرسل وإن كان فيما جاء شيب الذوائب. അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് തങ്ങൾക്ക് എന്താണോ വരുന്നത് ആ കൽപ്പന ഞങ്ങളോട് പറയണം. അത് ഞാൻ അനുസരിക്കാൻ തയ്യാറായിട്ടാണ് വന്നത്. അതിൽ എനിക്കെന്ത് ത്യാഗം ഭരിക്കേണ്ടി വന്നാലും എൻ്റെ മുടി മുഴുവനും നരച്ചു പോയാലും പ്രശ്നമില്ല. എന്നുവെച്ചാൽ അത്രയും ഒരാൾ മുടിനെല്ലാം ആദരിച്ചു കൊണ്ടപ്പോക്ക് ആ മുടി നരക്കുന്ന പരിപാടിയാണ് പറഞ്ഞതെങ്കിലും അതും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്.
وكل شفيعا يوم لا ذو شفاعة سواك بمغن عن سواد بن خالدي. എനിക്ക് ഷഫാഅത്ത് ചെയ്യുന്നവരാവണം. എപ്പോഴും യൗമ ലാഭ ലാഭ എന്നല്ല, ലാദൂ ഷഫാഅത്തിനാണ്. ഷഫാഅത്തിന് അധികാരമുള്ള ഒരാളും എന്താ തങ്ങളല്ലാത്ത മറ്റാരും ബി മുഗനിൻ ഫതീലൻ, അല്പം പോലും ഉപകാരം ചെയ്യുന്നവരല്ല. സവാദിബിന് കാദിബിന് ഷഫാഅത്തിന് അധികാരമുള്ള പലരുണ്ട്. എന്നാൽ അവരെല്ലാം പരാജയപ്പെട്ടുകൊണ്ട് കൈമടക്കിലുണ്ടാക്കും, തങ്ങളിലേക്ക് അയക്കും. ആ ദിവസത്തിൽ തങ്ങളുടെ ഷഫാഅത്തിൽ തന്നെ ചേർക്കണമെന്നാണ് പറഞ്ഞത്. ഈ പാട്ടാ പണി. ففرح النبي صلى الله عليه وسلم واصحابه بمقالتي فرحا شديدا. ഇത് കേട്ടപ്പോൾ തങ്ങൾക്കും അസ്ഹാബിമാർക്കും വലിയ സന്തോഷമുണ്ടായി എന്നാണ് പറഞ്ഞത്. ഹീന റഅയൽ ഫർഹു ഹത്താ റഅയൽ ഫർഹു ഫീ വുജൂഹിഹിം, സന്തോഷത്തിൻ്റെ ലക്ഷണങ്ങൾ മുഖത്ത് തന്നെ പ്രകടമായിരുന്നു. വളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ ചിരിച്ചു. ഹത്താ ബദത്ത് നവാജിദു, തങ്ങളുടെ പല്ല് വെളിവാകുന്നത് വരെയും. അല്ലാതെ അത്രത്തോളം അങ്ങനെ ചിരിക്കില്ല. വഖാല അഫ്ലഹത യാ സവാദ്, സവാദേ നീ ഫലാഹിൻ്റെ ആളായി, നീ വിജയിച്ചു എന്നും പറഞ്ഞു. ഖാലൽ ബറാ റളിയല്ലാഹു അൻഹു പറയുന്നു, മൂപ്പറ സദസ്സിലുണ്ടല്ല, ഫറഅയ്തു ഉമറ ഇൽതസമഹു, ഉമർ റളിയല്ലാഹു അൻഹു മൂപ്പറെ കെട്ടിപ്പിടിച്ച്. വഖാല ലഖദ് അസ്തഹി അൻ അസ്മഅ ഹാദൽ ഹദീസ മിൻക, ഇത് നിങ്ങളെ വക്കൽ ഇത് തന്നെ ഈ സംഭവം കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിച്ചത്. ഫഹൽ യഅതീക റഅയുകൽ യൗം, ഇനിയിപ്പോൾ മുമ്പ് വന്ന റഅയി ഉണ്ടല്ലോ ജിന്ന്, ഇപ്പം നിങ്ങളോട് ബന്ധപ്പെടാറുണ്ടോ എന്നാ ചോദ്യം. ഫഖാല മുൻദു ഖറഅത്തുൽ ഖുർആന ഫലാ, ഖുർആൻ പഠിച്ചത് മുതൽ ഇത് പോയിരിക്കുന്നു. വനിഅമൽ ഇബദു കിതാബുല്ലാഹി മിനൽ ജിൻ, ജിന്നിനെ കിട്ടുന്നതിനേക്കാൾ അള്ളാഹിൻ്റെ കിതാബ് കിട്ടിയില്ലേ, അപ്പം പകരം കിട്ടിയത് മുന്തിയ സാധനമല്ലേ എന്നാണ് പറഞ്ഞു. وهذا السياق يدل على أن سيدنا عمر رضي الله عنه لم يكن حاضرا عند النبي صلى الله عليه وسلم لما أخبره سواد. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, സവാദ് ഒന്നിക്കൽ മക്കയിലേക്ക് വന്നു, അവിടുന്ന് മദീനയിലേക്ക് പോയി. ഈ കിസ്സയും പാട്ടും അവതരിപ്പിക്കുമ്പോൾ സദസ്സിൽ ആരില്ല, ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിന് സാക്ഷിയായില്ല. വലമ്മ തുവഫിയ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖശിയ സവാദുൻ അലാ ഖൗമിഹി റിദ്ദത, തങ്ങൾ വഫാത്തായി നാട്ടുകാരിൽപ്പെട്ട പലരും മുർത്തദ്ദാകാൻ തുടങ്ങി. സക്കാത്ത് കൊടുക്കൂലെന്നും മുർത്തദ്ദാവലും സിദ്ദീഖ് തങ്ങളാണല്ലോ അതിനെ പ്രതിരോധിച്ചത്. ഖാമ ഫീഹിന്ന ഖതീബൻ, സവാദ് വന്നിട്ട് നല്ല പ്രാസംഗികനായിട്ട് എന്താക്കും, ഈ ആടിക്കളിക്കുന്ന ജനങ്ങളെ മുഴുവനും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു. വഖാല യാ മാശറ ദൗസ് മിൻ സആദത്തിൽ ഖൗമി അൻ യത്തഇദൂ ബിഗൈരിഹിം വമിൻ ശകാവതിഹിം അല്ലാ യത്തഇദൂ ഇല്ലാ ബിഅൻഫുസിഹിം വഅന്നമാ ലാ തൻഫഉ തജാരിബു ദർറതുഹു വമൻ ലം യസ്അഹുൽ ഹഖ് ലം യസ്അഹുൽ ബാതിൽ. പ്രസംഗാത്, ജനങ്ങളെ, ദൗസ് കബീലക്കാരെ, ജനങ്ങളുടെ സആദത്ത്, അവൻ്റെ വിജയത്തിൽപ്പെട്ടതാണ് മറ്റുള്ളവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളത്. മറ്റൊരു സംഭവം കാണുമ്പോൾ ആ സംഭവം എനിക്കുണ്ടാവരുത്, അല്ലെങ്കിൽ ഉണ്ടാവണം എന്നുള്ള പാഠം ഉൾക്കൊള്ളലുണ്ടല്ലോ, അത് സആദത്താണ്. അവരുടെ സഖാവത്താണ് ഇത്, ആ പാഠം ഉൾക്കൊള്ളാതെ ജീവിക്കുന്നത്. അപ്പോൾ അനുഭവങ്ങളും പരീക്ഷണങ്ങളും ഒരാൾക്ക് ഉപകാരത്തിനെത്തുന്നില്ലെങ്കിൽ പിന്നെന്താണ് ഉപകാരത്തിനെത്തുക? വൈന്നമാ തുസ്ലിമൂനൽ യൗമ ബിമാ അസ്ലംതും ബിഹി അംസി വലാ യൻബഗി ലിഅഹ്ലിൽ ബിലാദി ഇല്ലാ അൻ യകൂനൂ അദ്കറ മിൻ അഹ്ലിൽ ആഫിയത്തി ലിൽ ആഫിയ വലസ്തു അദ്രി ലഅല്ലഹു യകൂനു ലിന്നാസ് ദൗലത്തുൻ ഫഇൻ ലം തകുൻ ഫസ്സലാമത്തു മിൻഹൽ അനാ വല്ലാഹു യുഹിബ്ബുഹാ ഫഅഹിബ്ബുഹാ ഫഅജാബഹുൽ ഖൗമു ബിസ്സംഇ വത്വാഅ. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്തായിന്നറിയാമോ? ഇപ്പോൾ നല്ല വാഴ്ന്നു പറഞ്ഞു കൊടുത്തിട്ട് ജനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നു, ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു. വമിൻ ദാലിക്, അത് കഴിഞ്ഞ് അന്നംറഅതൻ കാനത്ത് കാഹിനത്തൻ ബിൽ മദീനത്ത് യുഖാലു ലഹാ ഹതീമ, മദീനയിലുണ്ടായിരുന്ന ഒരു കാഹിനത്തായ പെണ്ണുങ്ങൾ, ഹതീമ എന്നാണ് പെണ്ണുങ്ങളെ പേര്. കാന ലഹാ താബിഉൻ മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു താബിഅ പെണ്ണുങ്ങൾക്കുണ്ട്.
فجاءها يوما فوقف على جدارها. ഒരു ദിവസം ഈ താബിയായ ജിന്ന് പരയിൽ വന്നിട്ട് ചുമരുമൽ നിന്ന്. فقالت له, പെണ്ണുങ്ങൾ പറഞ്ഞു, മാലക ലാ തദ്ഖുലു തുഹദ്ദിസുനാ വനുഹദ്ദിസുക. എന്താ പണ്ടത്തെ പോലെ ഉള്ളിലേക്ക് കയറാത്ത, നമുക്ക് കുറച്ച് സംസാരിക്കാമല്ലോ. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് വന്ന താബിയലെന്നാണോ മനസ്സിലാകുന്നില്ല. അപ്പോൾ പെണ്ണിൻ്റെ ആണിൻ്റെ കൂടലും ആണിൻ്റെ പെണ്ണിൻ്റെ കൂടലും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ശരണ്യ വിരുദ്ധം. മനസ്സിലായില്ലോ, ഇത് അക്കാൻ തന്നെ. ഫഖാല, അപ്പോൾ താബി എന്താക്കി പുറത്ത് ചുമരിനടുത്തല്ലേ നിന്നത്. ഇന്നഹു ഖദ് ബഅസ നബിയ്യു ബിമക്കാ യഹറുമു സിന. സിന ഹറാമാക്കിയ ഒരു നബി മക്കയിൽ വന്നിട്ടുണ്ട്. ആ നബിനെ മാനിച്ചുകൊണ്ട് ഞാൻ എന്താക്കൂല, അകത്തേക്ക് കയറൂല. فحدثت بذلك فكان أول خبر تحدث به المدينة عن رسول الله صلى الله عليه وسلم. ആ വാർത്തയായിരുന്നു തങ്ങളെ പറ്റിയിട്ട് ആദ്യമായി മദീനയിൽ നടന്ന വാർത്ത ഈ ജിന്ന് പറഞ്ഞു കൊടുത്തത്. ഇനി അസ്നാമിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ട വിഷയങ്ങളാണ് ഞാൻ എടുത്ത് പറയാനുള്ളത്. അത് കുറേ നീണ്ടിട്ടുണ്ട്. മാസിൻ എന്ന സഹാബിൻ്റെ കിസ്സയിൽ പറയും. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു